ഈ ഇരയാക്കപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്നവരെ ബജറംഗ് ദളിന്റെ പ്രവർത്തകർ നിർബന്ധിതമായിട്ട് ഇവർക്കെതിരെ മൊഴി കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്നലെ ദേശീയ മാധ്യമം വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ബജറംഗ് ദൾ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ ശക്തികൾ ഇത്തരത്തിൽ പ്രഷർ ചെയ്തപ്പോൾ നമ്മളെങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റുക? അല്ലല്ല, അത് പോലീസാണല്ലോ അറസ്റ്റ് ചെയ്തത്, ബജറംഗ് ദൾ അല്ലല്ലോ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ഇവിടെയും 2022 തൃശ്ശൂരിൽ നമ്മൾ ട്രാഫിക്കിങ്ങിൽ കേസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതൊരു പുതിയൊരു സംവിധാനമൊന്നുമല്ല, ഒരു പുതിയൊരു ഒരു എഫർട്ടൊന്നുമല്ല. അവിടെ നീതിയുണ്ട്, നീതി നിയമങ്ങൾ അവിടെ നടപ്പിലാക്കണം, നിയമങ്ങൾ പാലിക്കണം. അതൊരു അവരുടെ റിക്വയർമെൻറ്റ്, അതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലേ, അതാണ് ആഗ്രഹം. അവർ നിർബന്ധിക്കുന്നു. പോലീസ് അവരോട് ചോദിച്ചപ്പോൾ ഡോക്യുമെന്റേഷൻ ഈ പോർട്ടലിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ ഒരു കേസ് ഫയൽ ചെയ്തു, ഒരു നോൺ ബെയിലബിൾ കേസ് ഫയൽ ചെയ്തു. അത് അല്ല, ഇതിന്റെ ഞാൻ പോലീസിന്റെ നോക്കുന്നു. അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇതെല്ലാം ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർ മുമ്പോട്ട് വയ്ക്കും, അവരെ ലോയേഴ്സ് മുമ്പോട്ട് വയ്ക്കും. നമ്മുടെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സംസ്ഥാന സർക്കാർ ഉറപ്പ് തന്നിട്ടുണ്ട്, ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉറപ്പ് തന്നിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ അവർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് ഒപ്പോസ് ചെയ്യില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഇതുപോലെ ജാമ്യം ഒപ്പോസ് ചെയ്തത് സർക്കാർ പാലിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെഷൻ കോർട്ടിൽ അപ്പീൽ പോയപ്പോൾ ആ സെഷൻസ് കോർട്ടിൽ ഒരു ചർച്ചയും നടന്നില്ല. സെഷൻസ് കോർട്ടിൻ്റെ പുറത്ത് ഒരു മോബ് കളക്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു എക്സ്പെർട്ടൊന്നുമല്ല, ജഡ്ജ് പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ജുറിസ്ഡിക്ഷൻ ഇല്ല, മറ്റൊരു കോർട്ടിൽ പോകണം. അതുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ആ അപ്പീലിൻ്റെ ഹിയറിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്നോട് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ പോയി ചെയ്ത നാടകം, ജയിലിൻ്റെ മുമ്പിൽ പോയി ചെയ്ത നാടകം മറ്റൊരു പാർട്ടിനെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഒപ്പം ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചത്. ബിഷപ്പും മാധ്യമങ്ങളോട് സംസാരിച്ചു. ഏതായാലും പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാവുന്നത്.